ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ നയന കുളിച്ചൊരുങ്ങി ആദർശനോട് പറയുന്നുണ്ടല്ലോ, ചെയ്തിട്ടുള്ള സോറിയൊക്കെ പറയുന്നുണ്ടെങ്കിലും ആദർശം ഒന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ആദർശ് കൈ കൊണ്ട് ചില്ലൊക്കെ ഇടിച്ച് പൊട്ടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നയന അത് കയ്യിലിനെ കെട്ടിയൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടോ. എന്നിട്ടും രാവിലെ എഴുന്നേൽക്കുന്ന ആദർശ് നയനൊന്നും ഒരു വാക്ക് പോലും മിണ്ടാതെ ഇങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ദേവേനെ അടുക്കളയിൽ പോയിട്ട് നയനെ കുറേ വഴക്കൊക്കെ ചീത്തയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടതാണ്. അതിനുശേഷം കാണിക്കുന്നത് നയനയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഇന്ന് വീട്ടിലേക്ക് പോയേ പറ്റുള്ളൂ, വീട്ടിൽ പോയില്ലെങ്കിൽ ആ ഓർഡറൊക്കെ ക്യാൻസലാകും, അത് വലിയൊരു ഇഷ്യൂ ആകും എന്ന് നയന ഓർക്കാണ്. അതുപോലെ തന്നെ പൂജാമുറിയിൽ പോയിട്ട് നയന പ്രാർത്ഥിക്കുന്നുമുണ്ടായിരുന്നു, ഈശ്വര ആരും ഞാൻ ഇറങ്ങുമ്പോൾ തടസ്സം നിൽക്കരുത് എന്നും പറഞ്ഞിട്ട്. അങ്ങനെ രാവിലെ തന്നെ നയന എല്ലാ ജോലികളും തീർക്കുകയാണ്. അതിനുശേഷം അവളുടെ ബാഗൊക്കെ ആയിട്ട് നേരെ അനന്തപുരിൽ നിന്നും ഇറങ്ങാൻ വേണ്ടിയിട്ട് ഹാളിലേക്ക് എത്തുകയാണ്. അപ്പം ഹാൾ ഇപ്പറഞ്ഞ എല്ലാവരും ഇരിപ്പുണ്ട്. ആദർശ് മാത്രമില്ല, ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. ആദർശിനും അച്ഛനും ഇല്ല. അങ്ങനെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് നയന വന്നിട്ട് പറയാണ്, മുത്തശ്ശ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം, ഞാൻ പോയില്ല എന്നുണ്ടെങ്കിൽ ഓർഡർ ക്യാൻസലായി, അത് വലിയ ഇഷ്യൂ ആകും. എൻ്റെ കുടുംബത്തിന് മാത്രമല്ല ഓർഡർ തന്ന ആൾ പോലും വഴിയാധാരമായി തെരുവിൽ നിൽക്കേണ്ട അവസ്ഥയാകും. അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് അച്ഛൻ എനിക്ക് പോകാൻ സമ്മതിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാണ്, നയനമോൾ എന്തിനാ എന്നോടൊന്ന് ചോദിക്കുന്നത്, ഈ കാര്യത്തിൽ എനിക്ക് യാതൊരു അർഹതയുമില്ല പറയാൻ വേണ്ടിയിട്ട്. ഈ വീട്ടിൽ ഇപ്പം എൻ്റെ വാക്കിനും എൻ്റെ ഭാര്യയുടെ വാക്കിനും യാതൊരു വിലയും ഇല്ല, തീരുമാനിക്കുന്നതൊക്കെ നിൻ്റെ ഭർത്താവും നിൻ്റെ അമ്മായിമ്മയാണ്, അവരോട് ചോദിച്ചാൽ മതി എന്ന് പറയുന്നു. അപ്പോഴേക്കും ദേവേനെ ചോദിക്കുകയാണ്, ഇതെന്താ മുത്തശ്ശ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ഞാൻ ഇന്നേ വരെ അങ്ങനെ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഈ സമയത്ത് നവി ചോദിക്കുകയാണ്, നിനക്കത് നയന വട്ടുണ്ടോ, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നീ നിന്റെ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാ, ഇവിടെ നിന്നാൽ പോരെ അടങ്ങി ഒതുങ്ങി, ആ കവളുടെ കാര്യം അവർ നോക്കിക്കോളൂ എന്ന് പറയുമ്പം നയന പറയുകയാണ്, ചേച്ചി വീട്ടിൽ ആരെങ്കിലും ജീവനോടുണ്ടോ മരിച്ചോ എന്ന് പോലും അന്വേഷിക്കാതെ ചേച്ചിയുടെ സുഖിച്ച് ജീവിക്കുകയായിരിക്കും, പക്ഷെ എന്നെ കൊണ്ട് അതിന് കഴിയില്ല. എന്നെ വളർത്തി 10-20 വയസ്സ് വരെ എനിക്ക് ഭക്ഷണം തന്ന് വളർത്തി എൻ്റെ അച്ഛനും അമ്മയുവാ, അവർക്ക് ഇങ്ങനെ ആപത്ത് സംഭവിക്കുന്ന സമയത്ത് അവർ തെരുവിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർ ജീവനോട് പോലും കാണുമെന്ന് അറിയത്തില്ലാതെ ഈ ഒരു അവസരത്തിൽ അവരെ സഹായിക്കാതെ പിന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കില്ല. എനിക്ക് എൻ്റെ ജീവിതമല്ല പ്രധാനം, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും സന്തോഷവും സമാധാനം തന്നെ പ്രധാനം എന്ന് പറയാണ്. അതുകൊണ്ട് ചേച്ചി ഈ കാര്യത്തിൽ ഇടപെടേണ്ട, എങ്ങനെ ആരോട് എങ്ങനെ സംസാരിക്കണം എപ്പോൾ സംസാരിക്കണം എന്നൊക്കെ എനിക്കറിയാം, അത് കൂടുതൽ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് നവിയോട് ചൂടാവുന്നുണ്ട്. അപ്പോഴേക്കും ദേവ്യാനോട് മുത്തശ്ശി പറയാണ്, ദേവ്യാനി നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിന്റെ മരുമകൾ നിന്നോട് എതിർത്ത് സംസാരിച്ചു, നീ പറഞ്ഞ അനുസരിച്ചില്ലെന്ന് പറഞ്ഞിട്ടാണല്ലോ നീ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ എന്നോട് എന്താ കാണിച്ചതെന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്താ അമ്മയെ കാണിച്ചത്, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 10-30 വർഷമായില്ലേ, ഇന്നേ വരെ അമ്മയോട് പറയാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അമ്മ പറഞ്ഞ എന്തെങ്കിലും കേൾക്കാതെ നിന്നിട്ടുണ്ടോ, അമ്മയോട് എതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേവിയുടെ അമ്മ ആ മുത്തശ്ശി പറയാണ്, ഇന്നേ വരെ നീ ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും പ്രവൃത്തിക്ക് ഞാൻ നിന്നെ തടഞ്ഞിട്ടുണ്ടോ, അത് മാത്രമല്ല ഇന്നലെ നിന്റെ മരുമകൾ നിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ നിനക്ക് എന്ത് മാത്രം വിഷമം ഉണ്ടായി പറഞ്ഞപ്പോൾ അനുസരിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് ഞാൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ നീ അതിനനുസരിച്ചില്ലല്ലോ, ഞാനും എൻ്റെ ഭർത്താവ് വന്നിട്ട് നിന്റെ കാല് പിടിക്കുന്നതെല്ലാം ചോദിച്ചതല്ലേ നയനമോടെ കാര്യം, അപ്പോഴെങ്കിലും നീ അനുസരിച്ചു എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് ദേവേനി ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ, അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് നീ എന്ത് തരുന്നു അത് മാത്രം നിനക്ക് നിന്റെ മരുമകൾ തരുള്ളൂ എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് നിന്റെ മരുമകളെ നീ പറയാൻ നിനക്ക് എന്ത് അവകാശമുള്ളതെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് മുത്തശ്ശൻ പറയാണ്, സ്വാതന്ത്ര്യ സമരത്തിൽ വരെ പങ്കെടുത്തിട്ടുള്ള തറവാടാണ് നമ്മുടേത്, അങ്ങനെയുള്ള തറവാട്ടിൽ ഒരു പെൺകുട്ടിക്ക് സ്വാതന്ത്ര്യം നിന്ന് പുറത്തറിഞ്ഞുള്ള നാണക്കേട് ആലോചിച്ച് നോക്കി, അത് മാത്രമല്ല നാണക്കേട് ഓർത്ത് ഞാൻ ഒരിക്കലും വേവലാതിപ്പെട്ടിട്ടില്ല, പക്ഷേ എന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇങ്ങനെ താറുമാറാക്കി കളയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ കുടുംബത്തിനൊരു പാരമ്പര്യമുണ്ട്, അതായത് സ്ത്രീകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ട് പിറന്ന വീട്ടിലേക്ക് പോകാൻ പോലും ഒരു പെൺകുട്ടിക്ക് അവകാശമില്ല എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്, അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അവളുടെ വീട്ടിലേക്ക് പോകാനുള്ള അവകാശം അവൾക്കുണ്ട്. ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വലിയൊരു ഫാമിലിയിലെ ഒരു പെൺകുട്ടിക്ക് അവളുടെ വീട്ടിൽ പോകാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലെന്ന് പറയുന്നത് എത്രമാത്രം നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ മനസ്സിലൊന്നും ഒരു ഉളുപ്പും തോന്നുന്നില്ലേ, നീ നിന്റെ മകനും പറഞ്ഞല്ലോ പോകാൻ പാടില്ലെന്ന്, ഇപ്പൊ പോലും നീ അതല്ലേ പറഞ്ഞത്, അതിൽ നിനക്ക് എന്ത് ന്യായമാണ് തോന്നിക്കുന്നത്, ഇതൊക്കെ പണ്ടത്തെ കാലത്ത് ദേവ്യാനി ഇതൊക്കെ നടക്കുള്ളൂ, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും നടക്കില്ല. അത് മാത്രമല്ല നയനമോള് പറഞ്ഞത് 101% ശരിയാ, നീ നിന്റെ മകനെ ഇപ്പോഴും നിന്റെ കാൽക്കീഴിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പാടില്ലെന്ന് ചിന്തിക്കുന്ന ഒരു പെണ്ണാ നീ. അത് മാത്രമല്ല നിന്റെ മകൻ ഭാര്യയുമായിട്ട് ഒന്നും ജീവിക്കാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്നവളാ നീ. ഇപ്പോഴത്തെ കാലത്തും ഇങ്ങനെയുള്ള അമ്മായിമാരുണ്ടോയെന്ന് തന്നെ തപ്പിയെടുക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അങ്ങനെ ഒരു മനസ്സിനുടമയാണ് നീ, അതുകൊണ്ട് തന്നെ നിന്നോട് എനിക്കൊന്നും സംസാരിക്കാനും ഇല്ല ഒന്നും പറയാനും ഇല്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ്. ഈ സമയത്ത് നയനമോള്
സോറി നയന ചോദിക്കണം മുത്തശ്ശി ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പം അവര് നീ പോകുമ്പോളെ നിന്റെ മനസ്സിനൊരു ധൈര്യമുണ്ട്, ആ ധൈര്യത്തോട് തന്നെ നീ പോയി നീ ഏറ്റ ജോലി നീ തീർക്കണം, നീ സ്ത്രീകളുടെ അഭിമാനമായി നീ മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ പറയുമ്പോഴേക്കും നയന വന്നിട്ട് മുത്തശ്ശനെ കാൽക്കൽ വീണ് അനുഗ്രഹം മേടിച്ചിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ദേവനിക്ക് ഇതൊക്കെ കണ്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. ജലജ പറയണം ചേച്ചി കണ്ടല്ലോ, ചേച്ചിയുടെ വാക്കുകൾ ധിക്കരിച്ച അവള് പോകുന്നതെന്ന് പറയുമ്പോഴേക്കും ജാനകി ചോദിക്കാണ് എന്തിനാ ജലജ ആവശ്യമില്ലാതെ ചേച്ചിനെ ഇങ്ങനെ എരിവിരി കെട്ടുന്നത്. അപ്പോഴേക്കും ദേവേനി പറയാണ് ജലജ എന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടരുത്. അപ്പോഴേക്കും ജലജ പറയാണ് അങ്ങനെയാണെങ്കിൽ ചേച്ചി ഞാൻ എന്റെ കാര്യത്തിൽ ഇടപെടുന്നതോ, എന്റെ മകന്റെ കാര്യത്തിൽ ഇടപെട്ട് അവളെ പിടിച്ച് എന്റെ മകന്റെ തലയിലേക്ക് കെട്ടിവെച്ചില്ലേ എന്ന് പറയുമ്പോഴേക്കും ദേവേനി പറയാണ് ജലജ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത്, എന്ത് കാരണം കൊണ്ടാണ് അവനെ വിവാഹം കഴിപ്പിച്ച് വെച്ചത്, അവൻ ചുമ്മാ ഇരുന്നിട്ടൊന്നും അല്ലല്ലോ, ആ പെണ്ണ് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ ശേഷമല്ലേ വിവാഹം കഴിപ്പിച്ചത്, അതല്ലായിരുന്നെങ്കിൽ ഈ വിവാഹം പോലെ നടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുമ്പോഴേക്കും നവ്യ അവിടെ നിന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ. അവളെ ഗർഭിണിയല്ലല്ലോ, ഇനി ഗർഭിണിയാണെന്ന് അല്ലെന്നങ്ങൾ അറിഞ്ഞത് സമ്മതിക്കില്ല എന്ന് ഓർത്തിട്ടാണ് അപ്പോൾ അവളെങ്ങനെ പറയുന്നത്. ഇതേ സമയത്ത് തന്നെ ദേവയാനി ആദർശിന്റെ മുറിയിലേക്ക് പോകാൻ കേട്ടോ. ഈ സമയം നയന വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദർശിന്റെ മുറിയിലേക്ക് ദേവയാനി ചെന്നിട്ട് ചോദിക്കുകയാണ് അവള് ഇന്നും പോയി, നീ അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം അവള് പോകുമെന്ന്. ഇപ്പം നമ്മൾ പറഞ്ഞാലൊന്നും ഇവിടെ ആരും കേൾക്കില്ലല്ലോ. അവള് ഭയങ്കര മിടിക്കുക, മുത്തശ്ശീനെയും ചെറിയച്ഛനെയും അതുപോലെ തന്നെ നമ്മുടെ അച്ഛനെല്ലാം കൈയെടുത്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ അവൾ എന്ത് പറഞ്ഞാലും എല്ലാവരും അനുസരിക്കുമെന്നും അവൾക്കറിയാം, അതാ അവളുടെ മിടുക്ക് എന്ന് പറയുമ്പോഴേക്കും ദേവയാനി പറയാണ് നീ പറഞ്ഞത് ശരിയാടാ, അല്ലെങ്കിൽ അവളിങ്ങനെ പോവായിരുന്നു, ഇന്ന് പോലും എൻ്റെ മുമ്പിൽ വെച്ച് എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ മുത്തശ്ശനോട് മാത്രം പറഞ്ഞിട്ടാ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയേക്കുന്നത്. അത് മാത്രമല്ല ഇന്നലെ ജയേട്ടൻ എന്നോട് പറഞ്ഞു നയന ഇനി പോകുന്ന കാര്യത്തിൽ ഞാൻ ഇടപെടാൻ പാടില്ലെന്ന്, അതുകൊണ്ട് തന്നെ എനിക്കിനി ഇടപെടാൻ പറ്റില്ല, ഇനി നീയായിട്ട് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി ആദർശോട് പറയുന്നുണ്ട്. ആദർശ് പറയാണ് അച്ഛനെ എതിർത്തിട്ടും മുത്തശ്ശനെ എതിർത്തിട്ടും എനിക്കൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം അമ്മയ്ക്കും അറിയില്ല എന്ന് ചോദിക്കുന്നു. ദേവയാനി ചോദിക്കുകയാണ് നിനക്ക് ഇപ്പോഴും അവളോട് ഇഷ്ടമുണ്ടോ? അപ്പോഴേക്കും ആദർശ് ചോദിക്കണം അതെന്താ അമ്മേ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ നിന്റെ കൈക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് കയ്യിൽ പിടിച്ച് നോക്കുന്നുണ്ട്. അതൊന്നും ഇല്ലമ്മേ, ആ ചില്ലിലൊന്ന് ചെറുതായിട്ട് കൊണ്ടതാ, അതൊന്നും സാരാക്കണ്ട, അതിന് വലിയ മുറിവ് എന്റെ മനസ്സിലായെന്ന് പറയുന്നു. ആ മുറിവ് ഉണങ്ങുന്നതിന് മുമ്പേ തന്നെ അവളെ നീ ഇവിടെ അടിച്ച് പുറത്താക്കണം എന്ന് ദേവേനി പറയാൻ കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ് നീ അവളുടെ ഭർത്താവായിട്ടിരിക്കുന്നതാണോ അതോ എൻ്റെ മകനായിട്ടിരിക്കുന്നതാണോ നിനക്ക് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് സങ്കടം വരുന്ന ഒന്നും തന്നെ ഞാൻ ചെയ്യില്ല എന്ന് ആദർശ് പറയാൻ കേട്ടോ. അങ്ങനെ ആദർശിന്റെ അമ്മയോടുള്ള അധികമായ സ്നേഹം ദേവയാനി അവളത് ആദർശിന്റെ ആ ഒരു വീക്ക് പോയിന്റിൽ ദേവയാനി പിടിച്ചിരിക്കുകയാണ്. എങ്ങനെയും നയനെ അവിടെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ആദർശിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ദേവയാനി എല്ലാം ചെയ്യാൻ ശ്രമിക്കാൻ കേട്ടോ. ഇനി മുതൽ കാണാൻ പോകുന്നത് ദേവയാനിയും നയനയുമായിട്ടുള്ള അംഗമായിരിക്കും. അങ്ങനെ ജലജയും ഇതിനിടയ്ക്ക് കൊമ്പ് കോർക്കാൻ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് പറയുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ചെയ്യില്ല, ഞാൻ ഓഫീസിലേക്ക് പോവാം. അങ്ങനെ പറഞ്ഞിട്ട് ആദർശും ഓഫീസിലേക്ക് പോകുന്നുണ്ട്. ദേവയാനിയാണെങ്കിൽ മനസ്സിലോർക്കാണ് നയനെ നീ എന്നോട് എന്തൊക്കെ വെല്ലുവിളിച്ചത് അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, എൻ്റെ മകൻ അവൻ എൻ്റെ മാത്രമായിരിക്കും, ഒരിക്കലും നിന്നെ സ്നേഹിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദേവയാനി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കൽപ്പിച്ചിങ്ങനെ നിൽക്കാം കേട്ടോ. അങ്ങനെയാണ് ഇന്നത്തെ സ്റ്റോറി അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റോറി എന്താണെന്നുള്ളത് ഇന്ന് ഉച്ച കഴിഞ്ഞത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.